കഥ രാമുല്ല. എഴുതിയത് അജീഷ് പാലക്കാട്. ശബ്ദം ഇന്ദുമോഹൻ. രാമുല്ല. ഓ, ഒരു വെള്ളാരം കണ്ണ് പ്രേമം വന്നിരിക്കുന്നു. എനിക്കിഷ്ടമല്ല ഈ വെള്ളാരം കണ്ണുള്ളവരെ. ഇത്രയും ദേഷ്യം വേറെ ഒന്നിനോട് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കെന്താ രണ്ട് കൊമ്പുണ്ടോ? അങ്ങനെ എന്തെല്ലാമോ അവൾ എണ്ണിപ്പെറുക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സുപോലെ കടൽ കലങ്ങിമറിഞ്ഞ് പതകുത്തി ആർത്തിരമ്പിക്കൊണ്ട് കരയിലേക്ക് വന്ന് തിരിച്ചുപോയി പലവട്ടം. വെള്ളാരം കണ്ണുള്ളവരെ എല്ലാം ഇഷ്ടമല്ല എന്നാണോ, അതോ അഞ്ജലിയോട് മാത്രമേ ഉള്ളോ ഇഷ്ടക്കേട്? അയാൾക്കറിയാമായിരുന്നു അതവളെ പിന്നെയും ചുണ്ടി പിടിപ്പിക്കുമെന്ന്. ഓ, ഒരു അഞ്ജലി വന്നേക്കുന്നു. അവളെപ്പറ്റി പറയാൻ 1000 നാവാണല്ലോ. തേനേ പാലേന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്ന ബാക്കിയുള്ളവളെക്കുറിച്ച് പറയാൻ അതൊന്നും കാണുന്നില്ലല്ലോ. തിരകളിൽ നിന്നും വീശിക്കയറുന്ന തണുത്ത കാറ്റടിച്ചിട്ടും അവളുടെ മുഖം പരിഭവം കലർന്ന് ചുവന്നു തന്നെ നിന്നു. എടോ, ഈ പ്രണയവും ജീവിതവും രണ്ടും രണ്ടാണ്. ഞാൻ ഇന്ന് ജീവിതത്തെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രണയത്തെ മറക്കുന്നു എന്നല്ല, മാറ്റിവെക്കാൻ പഠിച്ചിരിക്കുന്നു. അത് കേട്ട് അവൾ തൻ്റെ മുഷ്ടി ചുരുട്ടി മണലിലിടിച്ചു. മുടിഞ്ഞൊരു സാഹിത്യം. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വല്ലതും പറയും മനുഷ്യ. ഒരു ജീവിതവും പ്രണയവും എല്ലാം കൂടി ഒരു ദിവസം ഞാൻ ഈ കടലിൽ എടുത്തെറിയും. അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അയാൾ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കാറ്റിന് അല്പം ശക്തി കൂടിയപ്പോൾ അവളുടെ കോട്ടൺ സാരി തലപ്പ് പുറകിലേക്ക് നീണ്ടു പറക്കുവാൻ തുടങ്ങി. അയാളത് വല്ലാത്ത കൗതുകത്തോടെ കണ്ടിരുന്നു. പറഞ്ഞു തീർന്നുവെല്ലാം, അതോ ഇനിയും പറയാനുണ്ടോ വല്ലതും? അയാൾ പതുക്കെ തൻ്റെ ഉള്ളംകൈ മണൽത്തരികളെ തട്ടിക്കളഞ്ഞ് അവളുടെ പുറംകൈയിൽ മൃദുവായി പിടിച്ചു. അത്രയ്ക്ക് മതിയായിരുന്നു അവളുടെ പരിഭവങ്ങളുടെ മഞ്ഞുമല അപ്പാടെ ഉരുകിയൊലിച്ചു പോവാൻ. അവൾ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരുന്നു. കണ്ണുകളിൽ നിന്നും നെറ്റിയിലേക്ക്, അവിടെ നിന്നും താടിരോമങ്ങളാൽ നിബിഡമായ കവിളിലേക്ക്. അങ്ങനെ പ്രത്യേകമൊരു ക്രമമില്ലാതെ അവളുടെ നോട്ടം അലഞ്ഞു നടന്നു. ഇതെന്ത് കോലാണ് മാഷേ, ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി നടന്നൂടെ? ഓ, നമുക്ക് വെള്ളാരം കണ്ണില്ലാലോ. അതുള്ളവർ പറഞ്ഞാലല്ലേ അനുസരിക്കോ അല്ലേ? പിന്നെയും അയാൾ ഒരു പുഞ്ചിരി വിടർന്നു. ഇടതൂർന്നു വളർന്ന താടിരോമങ്ങൾക്കിടയിലൂടെ അയാൾ തൻ്റെ കൈയൊന്ന് കോതി വലിച്ചു. ശേഷം ഇടത് കൈകൊണ്ട് ഷർട്ടിൻ്റെ കീശയൊന്ന് തടവി വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു. 150 രൂപയാണ് ഒന്ന് മുടിവെട്ടി ഷേവ് ചെയ്യാൻ. അതും പഴയ കസേരയും കണ്ണാടിയും പഴഞ്ചൻ രാമേട്ടനും ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ പിന്നെയും കൂടും. 200 രൂപയുണ്ട്. വാടക കൊടുത്ത് അമ്മയ്ക്കുള്ള മരുന്നും വാങ്ങി കറണ്ട് ബില്ലിൻ്റെ കടം വീട്ടി പലിശക്കാരന് കൊടുത്തു വന്നപ്പോൾ ശമ്പളത്തിൻ്റെ ബാക്കി ഇതേ ഉള്ളൂ. ഒരു 300 രൂപ കൂടിയുണ്ട്. അത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ തരില്ല. നിങ്ങളെ അതും കൊണ്ട് ബാറിൽ കയറും. മര്യാദയ്ക്ക് നാളെ മുടിയൊക്കെ വെട്ടി പട്ടണത്തിൽ വന്നേക്കണം. എനിക്ക് ലൂസിയിൽ കയറി ഒരു പോഷ് ചായ കുടിക്കണം. നിങ്ങൾ വാങ്ങിത്തരണം. കാശ് ഞാൻ കൊടുക്കും, മനസ്സിലായാ? ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വരൂപം നിങ്ങൾ കാണും. പിന്നെ അധികം സംസാരിക്കാൻ അവൾ നിന്നില്ല. അവൾ പോയതിൽ പിന്നെ അല്പനേരം കൂടി അയാൾ അവിടെ ഇരുന്നു. കടൽ പതിയെ ശാന്തമാവാൻ തുടങ്ങിയിരുന്നു. മേഘപാളികൾക്കിടയിൽ നിലാവ് പരക്കാൻ തുടങ്ങി. നിലാവ് പരന്ന നീലാകാശം കാണുമ്പോൾ ആ 2 വെള്ളാരം കണ്ണുകളെ അയാൾക്ക് ഓർമ്മ വന്നു. അവളുടെ കണ്ണുകളെക്കുറിച്ച് അയാൾ വാചാലനാവുന്നത് അവൾക്കും ഇഷ്ടമായിരുന്നു. ഓർമ്മകൾ അയാളെ വേട്ടയാടി കീഴ്പ്പെടുത്തുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. ഇല്ല, ഇനി എങ്ങോട്ടും ഒരു തിരിച്ചുപോക്കില്ല. നഷ്ടങ്ങളുടെ ചാരം മൂടി കിടക്കുന്ന ഒരു താഴ്വരയുണ്ട്. അതവിടെ ഘനീഭവിച്ച് കിടക്കട്ടെ. ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ഒന്നും വേണ്ട, ആരും വേണ്ട. നിലാവുദിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പറയാൻ മാത്രം വെളിച്ചം പരന്നിട്ടില്ല. കടൽക്കര അയാൾക്ക് മുന്നിൽ ജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മലർന്നു കിടന്നു. അവൾ കലിതുള്ളി നടന്നുപോയ ദിശയിൽ നന്നേ ദൂരെ ഒരു റാന്തൽ വെട്ടം മിന്നി മിന്നി പതിയെ തെളിഞ്ഞു നിന്നു. അയാൾ തൻ്റെ കയ്യിലിരുന്ന 100-ൻ്റെ 2 നോട്ടുകൾ മുറുകെ പിടിച്ചു. പതുക്കെ അവ മുഖത്തേക്ക് അടുപ്പിച്ചൊന്ന് ശ്വസിച്ചു. അതിന് അവളുടെ ഗന്ധമായിരുന്നു. പകലന്തിയോളം പണിയെടുത്ത് ജീവിതത്തോട് ഏറ്റുമുട്ടുന്നവളുടെ വിയർപ്പിൻ്റെ ഗന്ധം. എല്ലാത്തിനുമിടയ്ക്ക് വെള്ളാരങ്കൽ നിറമുള്ള അയാളുടെ ഭൂതകാലത്തെ പ്രാഗി പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു 32-കാരിയുടെ പരിഭവത്തിൻ്റെ ഗന്ധം. മാലിനി എന്ന രാമുലയുടെ സ്വതസിദ്ധമായ സുഗന്ധം. ശുഭം.